ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇന്ന് കട്ടിങ് മാത്രമാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതൊക്കെ കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ. ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ വളരെ വിശദമായി ഇതിനു മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടെ ചെയ്യുവാണ്. നമുക്കിവിടെ ഇതൊരു നൈറ്റി ബിറ്റാണ്, 290ൻ്റെ നൈറ്റി ബിറ്റാണ്. ഇത് ഉപയോഗിച്ചാണ് ഞാനിവിടെ ഫ്രോക്ക് നൈറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് നമുക്ക് ആദ്യം 4ആയിട്ടൊന്ന് മടക്കി ഇട്ടെടുക്കാം. ഇവിടെ ഞാൻ തുണി നിവർത്തി ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി വശമാണ്, ഇതിൻ്റെ നീളവശം. നമ്മൾ വീതി വശത്തേക്ക് തുണി ആദ്യം 2ആയിട്ടൊന്ന് ഒരുപോലെ മടക്കി എടുത്തതിന് ശേഷം നമ്മൾ നീളവശത്തേക്ക് തുണിയെ ഇങ്ങനെ വീണ്ടും മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ തുണി 4ആയിട്ട് മടക്കി ഇട്ടെടുക്കണം. അങ്ങനെ ഞാനിവിടെ തുണി 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ മടക്ക് വശം എൻ്റെ നേർക്ക് ഓപ്പൺ സൈഡ് ഓപ്പോസിറ്റ് വശത്തുമായിട്ടാണ് വരുന്നത്. ഇവിടെ ഓപ്പൺ സൈഡ് 4 പീസാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്ന ഫ്രോക്ക് നൈറ്റിയുടെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 47 ഇഞ്ചാണ്. താഴെ ഫ്രില്ലിനായിട്ട് 7 ഇഞ്ച് വീതിയിലാണ് ഞാനിവിടെ ഫ്രില്ല് താഴെ കൊടുക്കുന്നത്. അന്നേരം നമ്മൾ ആ 7 ഇഞ്ച് 47ൽ നിന്ന് 7 ഇഞ്ച് മൈനസ് ചെയ്യുമ്പം ബാക്കി 40 ഇഞ്ചാണ്. നമ്മൾ ആദ്യം 40 ഇഞ്ച് ലെങ്തിലുള്ള പീസ് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കുമുള്ള പീസ് ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം. 40ൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്യണം. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്നതിന് 1/2 ഇഞ്ചും പിന്നെ ഫ്രില്ല് താഴെ അറ്റാച്ച് ചെയ്യുന്നതിന് 1/2 ഇഞ്ചും, അങ്ങനെ 40ൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ചേർത്ത് 41 ഇഞ്ച് ലെങ്തിൽ നമുക്ക് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകളിൽ നിന്നും ടേപ്പ് വെച്ച് ഞാനിവിടെ 41 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ബാലൻസ് പീസ് വെച്ചാണ് നമ്മൾ താഴേക്കുള്ള പീസ് വെച്ചാണ് നമ്മൾ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നത്. ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിവിടെ 41 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് കട്ട് ചെയ്ത് മാറ്റുവാണ്. നമ്മൾ ഈ പീസിനെയാണ് ഇനി ഫ്രില്ല് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് പിന്നീട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ പീസിലേക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുകളിലായിട്ട് ഷോൾഡർ മാർക്ക് ചെയ്ത് വെക്കണം. ഈ മടക്ക് വശത്തായിട്ട് ഇവിടെ നിന്നും ഞാൻ ഈ ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴേക്ക് ആം ഹോളിൻ്റെ ലെങ്തും 7 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടുത്തെ വീതി തന്നെ കറക്റ്റ് ഇവിടെയും കിട്ടുന്നതിനായിട്ട് ഇവിടെയും നമ്മൾ 7 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നീട് ഈ പോയിൻറ്റും കൂടെ ചേർത്ത് നമുക്കിനി ഒരു ലൈൻ ഇങ്ങനെ വരച്ചെടുക്കണം. പിന്നീട് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ നീട്ടി ഒന്ന് വരച്ചു കൊടുക്കണം. ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മളിവിടെ 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു, താഴേക്ക് ആം ഹോളിൻ്റെ ലെങ്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ പോയിൻറ്റുകൾ ചേർത്തൊരു ലൈൻ വരച്ചെടുത്തു. പിന്നീട് ഇവിടെ നിന്നും ഇങ്ങോട്ട് എൽ ഷേപ്പിൽ നമ്മൾ ഇങ്ങോട്ടൊന്ന് നീട്ടി വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എത്രയാണോ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് അതിൻ്റെ 4/1 കണ്ട് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നീട് തയ്യൽ തുമ്പിനായിട്ട് 1.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആം ഹോൾ കർവ് വരച്ച് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ആം ഹോളിൻ്റെ ലെങ്ത് 7 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അതിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഈ കോൺ ഷേപ്പിൻ്റെ ഇവിടെ നിന്ന് 1 ഇഞ്ച് ഇങ്ങനെ ഒന്ന് നീക്കി വരച്ച് പിന്നീട് ഈ പകുതി മാർക്ക് ചെയ്ത പോയിൻറ്റും ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തും കൂടെ വരച്ച് ഒരു കർവ് വരച്ച് ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 ലൂസും കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ വരച്ച ആദ്യത്തെ പോയിൻറ്റിലേക്ക് നമ്മളിങ്ങനെ വളച്ചൊന്ന് ഒരു കർവ് വരച്ച് കൊടുക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിന് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. എത്രയാണോ നമ്മുടെ വേസ്റ്റ് ലെങ്ത് അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ നമ്മൾ ആഡ് ചെയ്ത് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇവിടെ വേസ്റ്റ് ലെങ്ത് 12.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ചേർത്ത് 13 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്.
എത്രയാണോ വേസ്റ്റ് റൗണ്ട് അതിൻ്റെ 1/4 കണ്ട് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ടും കൂടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം മാർക്ക് ചെയ്ത പോയിൻറ്റുകൾ ചേർത്ത് ഇങ്ങനെയൊന്ന് വരച്ചെടുക്കണം. ഈ പോയിൻറ്റിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പിന്നെ തയ്യൽ തുമ്പിനായിട്ടാണ് ഈ 1.5 ഇഞ്ച് ഇട്ടേക്കുന്നത്. അതും 2 പോയിൻറ്റുകളും ചേർത്ത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും ഈ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൽ നിന്ന് ചരിച്ചിങ്ങനെ താഴെ വരെയും ചരിച്ചിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇവിടെ നിന്നും ചരിച്ച് നമ്മൾ ഇങ്ങനെ ഒരു വരച്ചെടുക്കുകയാണ്. വലിയ സ്കെയിൽ വല്ലതും ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് വരച്ചെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ടേപ്പ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ചരിച്ചൊന്ന് പിടിച്ച് ടേപ്പ് വെച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കാവുന്നതാണ്. പിന്നീട് താഴ്വശത്തു നിന്നും ഒരു ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഒരു കർവ് ഷേപ്പ് അറ്റവശം തൂങ്ങിക്കിടക്കാതിരിക്കാനായിട്ട് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇവിടെ നിന്നും സ്ലീവ് കൂടെ മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവിന് എത്രയാണോ ലെങ്ത് വേണ്ടുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ സ്ലീവ് ലെങ്ത് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്ലീവിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുകയാണ്. നൈറ്റി ബിറ്റ് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ സ്ലീവൊന്നും ഇങ്ങനെ മാർക്ക് ചെയ്തൊന്നും വരയ്ക്കേണ്ട. നമുക്കിങ്ങനെ ഒരു കർവ് ഷേപ്പിൽ ഇങ്ങനെ സ്ലീവിൻ്റെ ഷേപ്പിലൊന്ന് വരച്ചെടുത്താൽ മതി. പിന്നീട് സ്ലീവിൻ്റെ ഓപ്പൺ റൗണ്ട് എത്രയാണോ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് അങ്ങനെ സ്ലീവ് ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്തും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നെക്ക് വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ചാണ്. ഞാനിവിടെ ക്രോസ് പീസ് വെച്ചാണ് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് 3 ഇഞ്ചിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് കുറച്ച് 2.25 ഇഞ്ചാണ് ഞാനിവിടെ നെക്ക് വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 3 ഇഞ്ച് കിട്ടും. പിന്നീട് ബാക്ക് നെക്ക് ലെങ്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രണ്ട് നെക്ക് ലെങ്ത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ നിന്ന് നമുക്ക് വീണ്ടും ഇങ്ങോട്ട് നീക്കി 2.25 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് അവിടെ ഒരു ബോക്സ് പോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇത് ബാക്ക് നെക്കാണ്. ഇവിടെ നമുക്ക് റൗണ്ട് നെക്ക് വരച്ചു കൊടുക്കാം. ഫ്രണ്ട് നെക്ക് ഇവിടെയും അവിടെയും നമുക്ക് റൗണ്ട് നെക്ക് വരച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ബാക്ക് നെക്കാണ് കട്ട് ചെയ്ത് ആം ഹോളിൻ്റെ കർവ് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കൊടുക്കാനായിട്ട് 1/2 ഇഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് കുഴിച്ച് വരച്ചെടുക്കുകയാണ്. വളരെ വിശദമായിട്ട് ഞാൻ ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം. ക്രോസ് പീസ് ഉപയോഗിച്ച് നെക്ക് ഫിനിഷ് ചെയ്യുന്നതും എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ബാക്ക് നെക്കും ബാക്ക് ആം ഹോളിൻ്റെ ഭാഗവും കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ബാക്ക് നെക്കാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ഇങ്ങനെ ഒന്ന് ഉയർത്തി പിടിച്ചതിന് ശേഷം ഫ്രണ്ട് നെക്കും കട്ട് ചെയ്ത് ആ ബാക്ക് നെക്കിൻ്റെ കറക്റ്റ് അതിലേക്ക് കൊണ്ടുവന്ന് ഇടാം. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുന്നത് പിന്നീടാണ്.
ഇനി നമുക്കിവിടെ ഷോൾഡർ സെപ്പറേറ്റ് ചെയ്തെടുക്കണം, ഫ്രണ്ടും ബാക്കും. ഇനി ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുവാണ് ഞാനിവിടെ. ഇനി ഫ്രണ്ട് സ്ലീവും കൂടെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നല്ല വശം ഒരുപോലെ വരുന്ന കൂട്ട് ഇങ്ങനെ നമ്മൾ സ്ലീവ് ഒരുപോലെ ഇട്ടതിന് ശേഷം ഇവിടെ ഇപ്പം നല്ല വശം ചേർന്ന് വരുന്ന രീതിയിലാണ് നമ്മൾ സ്ലീവ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി 1/2 ഇഞ്ച് കുഴിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഇത് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തതാണെന്ന് അറിയാനായിട്ട് നമുക്കിവിടെയായിട്ട് ഒന്ന് നോച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെയും ബോഡി പാർട്ടിൻ്റെയും കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രില്ലിനായിട്ടുള്ളത് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത്രയും പീസേ ഉള്ളൂ. ഇവിടെ കസ്റ്റമറിന് ബാക്കിൽ വള്ളി വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്കിതിൽ നിന്നും വള്ളിക്കായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കണ്ട. നമുക്കിവിടെ ബാലൻസ് ടോട്ടൽ എത്രയാണെന്ന് നോക്കാം. ഇവിടെ 16 ഇഞ്ച് വരുന്നുണ്ട്. അതിൻ്റെ പകുതി 8 ഇഞ്ച് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് ഈ പീസിനെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമായിട്ടാണ് നമ്മളിങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതും 2 പീസുണ്ട്, ഇതും 2 പീസുണ്ട്. ഈ 2 പീസുകൾ തമ്മിൽ ആദ്യം നമ്മൾ ജോയിൻ്റ് ചെയ്തെടുക്കും. 2 പീസുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്തതിന് ശേഷം ചെറിയ പ്ലീറ്റ്സ് ഇട്ട് ഇതൊരെണ്ണം ഫ്രണ്ടിലേക്കും പിന്നീട് ഈ 2 പീസുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്ത് ചെറിയ ഫ്രിൽസ് ഇട്ടെടുത്ത് ബാക്കിലേട്ടുമായിട്ട് എടുക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ കട്ടിങ്. ഞാനിവിടെ ക്രോസ് പീസ് ഉപയോഗിച്ചാണ് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ബാലൻസ് ഉള്ള പീസിൽ നിന്ന് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.